ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു സംസാരം തന്നെ ഉണ്ട്. പുറത്ത് പറയണ്ട, റംസാൻ ഒരു പടം കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ പേയ്മെന്റും ഗുഡ് ഡേയും എന്നുള്ളതാണ്. ഇതിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എറണാകുളത്ത് നിന്ന് ഒരു മൂന്നിയാൾക്ക് ഗുഡ് ഡേ കൊണ്ട് ആ എടുത്തിട്ട് എന്നാ റംസാൻ ഒരു 10-40 കവർ ക്യാരവനകത്ത് ഇവൻ നടക്കുന്ന വഴിക്കൊക്കെ ഇട്ടിട്ട് വെച്ചാൽ എപ്പോഴാ തോന്നണ്ടെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചു. ഏറ്റവും അവസാനം ഫുഡ് കഴിക്കാറുള്ളൂ. ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് വയറിഞ്ഞിരിക്കുന്നോണ്ടായിരിക്കും. ഈ ഗുഡിയുടെ കഥയില് എനിക്ക് അറിഞ്ഞൂടാ. ഗുഡി ഇഷ്ടമാണ്. കാര്യം ആ സമയത്ത് നീ ക്യാരമിൽ ഉറങ്ങുമായിരുന്നു. വീട്ടുകാർ അറിയാതെ ചെയ്ത ഒരു സാഹസം. അതിലൊരെണ്ണം പറഞ്ഞാൽ മതി. പത്രം പറയാൻ പറ്റും. വേഗം പറഞ്ഞോ. പുറത്തു പറയാൻ പറ്റില്ല. ഞാൻ വീട്ടില് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത സാഹസികത, അത് സാഹസികത എന്നാ പറയില്ല, പക്ഷെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, പിന്നെ മനസ്സിലായോ? അല്ലാതെ കുറച്ചൊക്കെ പിന്നെ വീട്ടുകാർ അറിഞ്ഞേ. ഓണമൂടിന്റെ ഡയറക്ടർ നമ്മളെ അത്രയും കംഫർട്ടബിൾ സ്പേസിലേക്ക് കൊണ്ടുപോയി. നമുക്ക് അതല്ലേ ഞാൻ മിണ്ടാത്ത, നമ്മുടെ ചാറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവണം. കട്ടിയൂറിന്റെ സ്റ്റെപ്പുകളാണ് അവൻ തന്നത് 3-ാമത്തെ ദിവസം. ക്ലോസ്ഡ് സ്പേസിലായിരുന്നു. അതിൽ ആർക്കും ശല്യമില്ലാതെ ഞാൻ എന്റേതായ ലോകത്തായിരുന്നു. എനിക്ക് ഇവരിലേക്ക് എത്താൻ പറ്റിയില്ല. ഏറ്റവും ആദ്യം സ്റ്റെപ്പ് പഠിച്ചെടുത്ത് അടിപൊളിയായിട്ട് കളിക്കുന്നത് ശബരി ചേട്ടനാണ്. എന്ന് പറഞ്ഞ മറ്റുള്ളവരെ ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാരും പഠിപ്പിച്ച് അവരൊക്കെ ഇങ്ങനെ പഠിച്ച് തിരിച്ചിവിടെ വരുമ്പോ ആ സ്റ്റെപ്പ് കോളാക്കി വെച്ചാൽ. ജീവചേട്ടന്റെ ഔട്ട്ഫിറ്റ് വേർത്ത് ആരാ ഗസ് ചെയ്യാൻ പോകുന്നത്? എടാ ഇത് നൈക്ക് എയർ ആണോ? എയർഫോഴ്സ് 1. ഒരു 25-30 ഇടയ്ക്ക് വരും. ഇല്ല, കോലൊന്നായിരിക്കും. അത്ര ബെല്ലടിച്ചു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് നെറ്റ് TV. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സാഹസം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. അല്ലേ, ഓവറാക്കണ്ട. ഭയങ്കര ക്ലീൻ ഇന്റർവ്യൂ ആയിരിക്കും. സ്ട്രെയിറ്റ് ആയി. അപ്പോ എന്താ അയ്യോ അയ്യോ അങ്ങനല്ല. പടം റിലീസ് ഉണ്ട് 8-ാം തീയതി. അതിന്റെ ഒരു ഇന്റർവ്യൂ തുടങ്ങി. എന്താ ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ വന്നുള്ള ക്യാമറ കേട്ടു. ഒരു വഴിക്ക് പോവല്ലോ ക്യാമറ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷം സാഹസം. ഓഗസ്റ്റ് 8-ാം തീയതി. ഓഗസ്റ്റ് 8-ാം തീയതി നമുക്കൊരു സാഹസം റൗണ്ടിലോട്ട് പോയാലോ? അതെ, ജീവചന്ദ്രൻ തുടങ്ങട്ടെ. നല്ല ആളാ. ഗണപതിക്ക് വെച്ച് തുടങ്ങണം. ജീവചേട്ടൻ പ്രണയത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാഹസികത. പ്രണയത്തിന് വേണ്ടിട്ട് ചെയ്ത സാഹസികത ഏത് പറയും? മറ്റേർക്ക് കാലഘട്ടം പറ. കാലഘട്ടത്തിലെ ഒരു +2 കാലഘട്ടം പിടിച്ചു. അതാകുമ്പോ ഇച്ചിരി കൂടെ പ്ലസ് ടു കാലഘട്ടം ആണെങ്കിൽ +2 എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി +2 തുടക്കത്തിൽ 10-ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ സുഗമ ഹിന്ദി പരീക്ഷ എന്നുണ്ട്, പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. അപ്പം സാഹസം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിത് വാങ്ങിക്കാൻ പോയി. പിന്നെ നമ്മൾ +1 +2 കയറുന്നതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുക്കണമല്ലോ. അപ്പം ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കേണ്ട സമയത്ത് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് മാത്രം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതെടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ലാൻഡ് ഫോണിൽ വിളിക്കുമ്പം പുള്ളിക്കാരി ഫോൺ എടുത്തു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് തരാമോ? ഞാനൊന്ന് അമ്മയോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അന്നത്തെ ദിവസം അവിടെ ഇല്ല. എനിക്കാണ് അന്നത്തെ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഞാൻ അമ്മയെ കൺവിൻസ് ചെയ്യാൻ എടുത്തതാണ് എൻ്റെ പ്രണയ ജീവിതത്തിലെ പറയാൻ പറ്റുന്ന സാഹസം. പറയാൻ പറ്റുന്ന സാഹസം അത് കോളേജിലായിരുന്നു. കോളേജിലെ സാഹസം. കോളേജിലെ സാഹസം ഞാൻ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ആ ഗേൾ ഫ്രണ്ട് ആണോ? എന്റെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കില് ഒരു 10-35 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ മധുരയാടി പോയി ജനലി മുട്ടി ഹായ് പറഞ്ഞു തിരിച്ചു. ഹായ് പറയാനല്ല, ബർത്ത്ഡേ ആയിരുന്നു. അപ്പം വിഷയാനും ഒരു ഡയറി മിൽക്ക്, അന്ന് ഡയറി മിൽക്ക് ചെറുത് അതൊക്കെ ഞാൻ പോയിട്ട് തിരിച്ച് മധുരയാടിയപ്പം
തിരിച്ച് മതിലടിയപ്പോൾ വേറെ ഏതോട്ട് ഒരു ചേട്ടൻ വേറെ എവിടെയോ മതിലാടെ നിന്ന് വല്ല സൈഡിൽ നിന്ന് മുള്ളുന്നുണ്ടായിരുന്നു. ഞാൻ ചാടിയപ്പോൾ ചേട്ടൻ കണി ഞാൻ തിരിച്ചോടി. അയ്യോ, അപർണ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും സാഹസികം ആയിട്ട് എന്തെങ്കിലും അപർണ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാഹസം എന്ന് പറയുന്നത് ഞാൻ അപർണ ചേച്ചി കെട്ടി. അതില് വലിയൊരു സാഹസം. സാഹസം. അതെ, ഓക്കെ. അപ്പൊ ഈ റംസാനോട് ചോദിക്കാം, ഫുഡിന് വേണ്ടിയിട്ട് റംസാൻ ചെയ്ത ഒരു സാഹസികത. കൊന്നെന്ന് പറഞ്ഞാലും മതി, അതിശയൊന്നും ഉണ്ടാവുന്നു. ഞാൻ അത്ര ഫുഡിയൊന്നുമല്ല. എന്നാലും മിൽക്ക് ഷേക്ക് ഇഷ്ടാന്നേ ഉള്ളൂ. ഷെയ്ക്കിനൊക്കെ വേണ്ടിയിട്ട് യുദ്ധം ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാവും. ഗുഡ് ഡേ. അയ്യോ, ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു സംസാരം തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്ത് പറയണ്ട, റംസാൻ ഒരു പടം കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ പേയ്മെന്റും ഗുഡ് ഡേയും എന്നുള്ളതാണ്. ടൗണിലെ ഗുഡ് ഡേ തീർന്നിട്ട് ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യായിട്ട് എറണാകുളത്തു നിന്ന് ഒരു മൂന്നിയാൾക്ക് ഗുഡ് ഡേ കൊണ്ട് ആ കേസിലാണ് എടുത്തിട്ട് എന്നാ റംസാനും ഒരു 10-40 കവർ ക്യാരവനകത്ത് ഇവൻ നടക്കുന്ന വഴിക്കൊക്കെ ഇട്ടിട്ട് വെച്ചാൽ എപ്പോഴാ തോന്നണ്ടെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചു. അവരെന്തോ ഒരു സാധനം പരിപ്പാടുണ്ട്, ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലൈവ് ഫുഡൊക്കെയാ. ഈ ലൈവ് ഫുഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തല ഗുഡ് ഡേ ഉണ്ടോ? എന്താണ് കഷ്ടമായി. വലിയ ബില്ല് കൂടുതൽ വരുന്നുണ്ട്. ടോട്ടൽ പടത്തിന്റെ ബഡ്ജറ്റ് അതിൽ പ്രൊഡക്ഷൻ എത്ര, ആ പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ഗുഡ് ഡേയുടെ ബില്ല് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അംഗീകരിച്ചു. ഇവർ രണ്ടാളും കൂടി ഇരുന്ന് പാവത്തിന് ഇതാക്കുന്നുണ്ട്. കറക്റ്റ് ആണോ? ഇവിടെ പറ, കറക്റ്റ് ആണോ? ഈ ഗുഡിയുടെ കഥയില് എനിക്ക് അറിഞ്ഞൂടാ, ഗുഡ്ഡേ ഇഷ്ടമാണ്. കാര്യം ആ സമയത്ത് നീ ക്യാരമിൽ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഗുഡ് നൈറ്റ് ആയിരുന്നു. എന്താണ് റംസാൻ റംസാനും ശരി വെക്കുള്ളൂ. ഗുഡ് ഡേ ഇഷ്ടം. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഞങ്ങൾ എല്ലാവരും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ചോദിച്ചു കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? അപ്പൊ റംസാൻ നീ ചോദിച്ചു, ആ കഴിച്ചു, ചായയും ബിസ്ക്കറ്റും. ഗുഡ് ഡേ ആയിരിക്കും. ആ ഗുഡ് ഡേ. അത് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അല്ല, ഞാൻ ഒരു 10 പാക്കറ്റ് കഴിക്കുമ്പോൾ ഇല്ല, ഞാൻ ഭക്ഷണം ആക്ച്വലി കുറവാണ് ഫുഡ് കഴിക്കുന്നതും. ഞാൻ ചിലപ്പോൾ ഒരു ഇവന്റിന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമൊക്കെ ഫുഡ് കഴിക്കാറുള്ളൂ. ബിസ്ക്കറ്റ് കഴിച്ച് വയറിഞ്ഞിരിക്കുന്നോണ്ടായിരിക്കും. സെറ്റില് ഭക്ഷണം കഴിക്കലും കുറവാണ്. അപ്പോ വിശക്കുമ്പോ ചേട്ടാ ഒരു ഗുഡ് ഡേ. ഗുഡ് ഡേ. സാഹസികമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഭക്ഷണത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഓക്കെ. എന്തിനെങ്കിലും വേണ്ടി ലൈഫിൽ സാഹസികത, അഡ്വഞ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? ആ, ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ 2 റിയാലിറ്റി ഷോ തോറ്റിട്ടാണ് D4 ഡാൻസിന്റെ ഓഡിഷൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഓഡിഷൻ അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ അങ്കിൾ പറഞ്ഞു ലൈക്ക് ട്രൈ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, 2 റിയാലിറ്റി ഷോ തോറ്റിട്ടേക്കല്ലേ, എൻ്റെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പ്രൊഡ്യൂസറിനെ ഞാൻ വിളിച്ചു ലാസ്റ്റ്. ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ ഓഡിഷൻ വന്നോട്ടെ? ചേച്ചി പറഞ്ഞു വേണ്ട, നീ വരണ്ട. നീ വരണ്ട, കാരണം നമ്മൾ ന്യൂ ഫേസസ് ആണ് കണ്ടസ്റ്റൻസിനെ എല്ലാവരും നോക്കുന്നത്, നീ 2 റിയാലിറ്റി ഷോ ചെയ്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അറിയാതെ ഞാൻ ഓഡിഷന് പോയി, ഓഡിഷൻ കിട്ടി. ലാസ്റ്റ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ കപ്പും കൊണ്ട് വന്നു. അങ്ങനെ അതൊരു സാഹസമായിരുന്നു. മോട്ടിവേഷൻ. ഗൗരി, ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിലെടുത്ത ഒരു സാഹസികത. ഡ്രീം അച്ചീവ് ചെയ്യാൻ അങ്ങനൊന്നും ഇല്ലല്ലോ. ഒരു സിനിമയ്ക്ക് ഓഡീഷന് പോകാനോ? കഥ ഇപ്പൊ ഞാൻ മുമ്പ് 2 കഥ പറഞ്ഞില്ല, അതേപോലെ എന്തെങ്കിലും പറഞ്ഞാൽ കുക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. കള്ളായിരുന്നു ഹെൽപ്ഫുൾ ഫ്രണ്ട്സ്, ഹെൽപ്പ് ചെയ്യോ? അത് പറ, ഇത് പറ. ഒരു കഥ അല്ല, അല്ലെങ്കിൽ വേറെ ഡ്രീം അല്ലാതെ വേറെ എന്തെങ്കിലും. ഡ്രീം അല്ലാതെ അല്ല, ഒരു സാഹസികത അല്ലെങ്കിൽ ഈ ജീവയോട് ചോദിച്ചത് എനിക്ക് സ്കൂളിലെ ഒരു കഥ, പ്രണയത്തിന്റെ ഒരു കഥ സ്കൂൾ ടൈമില്. അപ്പൊ എനിക്ക് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് ഇഷ്ടമായിരുന്നു, അവനും ഇഷ്ടമായിരുന്നു തന്നെ. ബോയ് ഫ്രണ്ട് അല്ലേ? അല്ല, പക്ഷെ അന്ന് അങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ പിന്നെ പറയണ്ട, ഞാൻ പറയണില്ല. അപ്പൊ ഞാൻ കോമേഴ്സ് സ്ട്രീം ആയിരുന്നു, അവൻ സയൻസ് സ്ട്രീം ആയിരുന്നു. ഇതൊക്കെ സ്കൂളുകാർ കണ്ട പ്രശ്നമാക്കുമായിരിക്കും, പക്ഷെ ഞങ്ങളോ അല്ല, അങ്ങനെയല്ല, കുറച്ചുപേരുണ്ട് മ്യൂച്വൽ ഫ്രണ്ട്സ്. അതെ, പുതിയ ആൾക്കാർ സ്കൂളിന്റെ പേരല്ല പറയണേ, ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പൊ
ഞാൻ കോമേഴ്സും സ്ട്രീംസ് തന്നെ വേറെയാണ്, പക്ഷെ എക്സാം ടൈമിന് കോമൺ ആയിട്ടുള്ളൊരു വലിയൊരു ഹാളിലാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ എൻ്റെ റോൾ നമ്പർ ഇപ്പോൾ സയൻസും കോമേഴ്സും ഒരു ബെഞ്ചിൽ സെയിം ആയിരിക്കും, പക്ഷെ എൻ്റെ റോൾ നമ്പർ ആക്ച്വലി ഫസ്റ്റ് ബെഞ്ചായിരുന്നു. ആ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന കൊച്ചിനോട് എൻ്റെ ആക്ച്വൽ സീറ്റ് അതാണ്, പക്ഷെ എനിക്ക് ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു ഇവൻ. അപ്പം ഞാനത് സ്വിച്ച് ചെയ്തിട്ട് എല്ലാ ടീച്ചേഴ്സിനോടും അങ്ങനെ മാറ്റി ആ ഫുൾ എക്സാം, ആ മോഡൽ എക്സാം മൊത്തം ഇവൻ്റെ അടുത്തിരുന്ന് എക്സാം എഴുതാനായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു സാഹസം. ഈ സാഹസത്തിന്റെ കഥ ആയിരിക്കും കോംപ്ലിക്കേറ്റഡ്. ഇതൊക്കെ സിമ്പിൾ, നമുക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്ത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തു. ഒരു കുട്ടിയോട് നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് വരാം, നമുക്ക് റോൾ നമ്പർ മാറ്റി എഴുതാം. അടുത്തിരുന്നിട്ട് ഒരു പക്ഷെ പരീക്ഷയില് അവിടെ ഒന്നും അല്ലായിരുന്നു എന്റെ ഫോക്കസ്, ഇങ്ങനെ അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം. എന്നിട്ട് മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമില്ല, മോഡൽ എക്സാം ആയിരുന്നു, പൊട്ടിയൊന്നുമില്ല. മോഡൽ എക്സാം ആയതുകൊണ്ട് എനിക്കറിയാം. മോഡൽ എക്സാം അല്ലേ, അപ്പൊ എന്തായാലും ഒരു മയത്തിൽ എഴുതി ഇങ്ങനെ. അടുത്തത്, വീട്ടുകാർ അറിയാതെ ചെയ്ത ഒരു സാഹസം. അതിലൊരെണ്ണം പറഞ്ഞാൽ മതി. 10 പറയാൻ പറ്റും, വേഗം പറഞ്ഞോ. മിനിമം ഒരു 10 പറയാൻ പറ്റും. എത്ര ഉണ്ടെങ്കിൽ ഞാനൊക്കെ പറയണ വീട്ടുകാർ അറിയേണ്ടതല്ലേ, ഈ നാട്ടുകാരെ കൂടെ അറിയിക്കണോ? എന്ത് ചോദ്യം ആരോടും പറയാത്ത സാഹസികത രഹസ്യമല്ല, വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലല്ലോ. ആ അപ്പൊ സാഹസികത രഹസ്യമാണല്ലോ. അല്ല രഹസ്യമല്ല, വീട്ടുകാർ ഇത് ഞാൻ പറഞ്ഞതും വീട്ടുകാർക്ക് അറിഞ്ഞൂടാ. കണ്ടോ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. പുറത്തു പറയാൻ പറ്റില്ല. വീട്ടുകാരെ അറിയാണ്ട് ചെയ്ത സാഹസികതകൾ ഒന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ എനിക്ക് അതിനെ കുറിച്ച്. അതിനെ ഞാനൊരു അംബ്രല ടൈമിൽ പറയണം. വീട്ടുകാർ അറിഞ്ഞുകൂടാണ്ട് ഞാൻ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത സാഹസികതകൾ. അത് സാഹസികത എന്നാ പറയില്ല, പക്ഷെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ പിന്നെ മനസ്സിലായവർ കമന്റ് ചെയ്യും. അല്ലാതെ കുറച്ചൊക്കെ പിന്നെ വീട്ടുകാർ അറിഞ്ഞേ പിന്നെ പഞ്ചായത്ത് എന്റെ നാട്ടിലേക്ക് എല്ലാവർക്കും അറിയാൻ അവിടെ 4-5 കൂടെ ശബരീഷത്തൊക്കെ അറിയപ്പെടുന്നു. പക്ഷേ ഇത് ഞാൻ ഏതാ ഉദ്ദേശം പറയാൻ പറ്റില്ല. അപ്പൊ കൊറേ ഉണ്ട് കെട്ടിട്ട് കൊറേ കെട്ടിട്ട് കഥ ഉണ്ടെന്നൊക്കെ. ഇതിന് മേളിൽ വെക്കാനില്ല. അപ്പൊ ഗൗരിനെ കടത്തി വെട്ടിക്കൊണ്ട് ശബരീഷന്റെ മുന്നേറി 1ാം സ്ഥാനത്തേക്ക് വർഷ. ഓക്കെ, വെറും വർഷ എന്ന് പറയുന്നുണ്ട് വെറുതെ ഫണ്ണിന് വേണ്ടി ചെയ്തൊരു സാഹസം. ഒരു ബോംബാക്രമണം ഒരു അഡ്വഞ്ചർ, ലൈഫിൽ എടുത്തൊരു അഡ്വഞ്ചർ. എടുത്തൊരു അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടുന്ന് ഒരു കാര്യമില്ലാണ്ട് വേറൊരു ജോലി ഇല്ലാണ്ട് ഞാൻ റിസൈൻ ചെയ്തു. ഫണ്ണിനല്ല, അത് സീരിയസ് ആയിട്ട് ചെയ്തത്. അപ്പൊ ഈ വോട്ട് നെക്സ്റ്റ് അങ്ങനെ ഒരു സംഭവം മനസ്സിലോട്ട് വരില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി അത്ര, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കണ്ടന്റ് ക്രിയേഷൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി അതിന് ശേഷം. പിന്നെ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെ ഇതുപോലെ ജോലി വേണ്ടെന്ന് വെച്ചു ഇറങ്ങി? അല്ല വീട്ടിൽ നിന്നൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത്? വിട്ടപ്പോ ആർക്കും പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തന്നെയല്ലേ എന്നെ നോക്കുന്നത്. അതെ, ഓക്കെ. അങ്ങനെ റിസ്ക് എടുത്തിട്ട് ലൈഫില് നന്നായിട്ടല്ലേ വന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ കാണുമല്ലോ, ഒരു റിസ്ക് എടുക്കണോ? അപ്പൊ അങ്ങനെയുള്ളവരോട് റിസ്ക് എടുക്കാനായിരിക്കും പറയുന്നത്. റിസ്ക് എടുക്കണം, അല്ല റിസ്ക് എടുക്കണം നമ്മൾ. ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ ഞാനിപ്പോ എന്റെ ജോലി കളഞ്ഞിട്ട് ഇറങ്ങി, അപ്പൊ എനിക്ക് പല പരിപാടികൾ കിട്ടി എന്നുള്ളത് ചിലപ്പോ എല്ലാവർക്കും അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെക്കാ ഭയങ്കര നല്ല സെറ്റപ്പ് ആവുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, അങ്ങനെ ഉണ്ടാവും. ഒന്നും ഇല്ലാണ്ടാവുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ഞാണിമക്കളെ. പാട്ടൊക്കെ മൊത്തത്തിൽ സൂപ്പർ ഹിറ്റ് ആണ്. എല്ലാവരും എവിടെ നോക്കിയാലും റീൽസും ഇടുന്നുണ്ട്, മൊത്തത്തിൽ സൂപ്പർ ഹിറ്റ് ആണ്. അതെ, എല്ലാം അടിപൊളി മൂഡ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓണം വൈബാണല്ലേ, ഫുൾ മൂവി എന്താ അങ്ങനെ ഒരു വൈബാണോ? ഫുൾ മൂവി ഓണം വൈബ് അല്ല, പക്ഷെ അതിനകത്ത് ഒരു കോണ്ടന്റ് പോകുന്നത് ഓണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓണക്കാലഘട്ടത്താണ് മെയിൻ സംഭവങ്ങൾ. ഓണത്തിന്റെ അന്നൊരു പരിപാടി നടക്കും. ശരിക്കും നിങ്ങൾ അന്നൊരു അടിച്ചു പൊളി തന്നെ ആയിരുന്നു അല്ലേ, ഈ ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത്? അടിപൊളിയായിരുന്നു. പാട്ടാണോ സിനിമയാണോ? ഇത് പാട്ട് സിനിമയിലെ മൊത്തത്തിൽ ഷൂട്ടിന്റെ അതെ അതെ അതെ.
പൊളിച്ചു, അത് അടിപൊളിയായിരുന്നു. അതിന്റെ ലാസ്റ്റ് പോർഷൻ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ക്യാമറ ഒന്നും ഉള്ളത് നിങ്ങൾ മറന്നുപോയി. അതേപോലെ തന്നെ ഫുള്ള് നമ്മുടെ ആ പിന്നെ ഓണമൂടിന്റെ ഡയറക്ടർ നമ്മളെ അത്രയും കംഫർട്ടബിൾ സ്പേസിലേക്ക് കൊണ്ടുപോയി. ഇനി കുറച്ചു നേരം നമുക്ക് റംസാനെ പുകഴ്ത്താം. ഓക്കെ, നമ്മളെ പുള്ളി ആ ഡയറക്ടർ ഫ്രീഡം നന്നായിരുന്നു ചെയ്തോ സ്റ്റെപ്പ്. ലാസ്റ്റ് പറഞ്ഞ അവനവന്റെ സ്റ്റെപ്പ് ഇട്ടോളാണ്. അതാണ് എല്ലാരും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള പോലെ എൻജോയ് ചെയ്തോളാം പറഞ്ഞു പാട്ടിട്ട്. അല്ല, പാട്ട് ഫുൾ എൻജോയ് ചെയ്തോളം പറഞ്ഞു, പക്ഷെ ഇഷ്ടമുള്ള സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞില്ല. ലാസ്റ്റ് എല്ലാരും നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് നമ്മൾ ഇന്റർകട്ടിൽ ഇവര് ലാസ്റ്റ് ഓണം അങ്ങനെയാണല്ലോ, നമ്മൾ എന്തൊക്കെ ഹുക്ക് സ്റ്റെപ്പോ അല്ലെങ്കിൽ നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെ ഓണാഘോഷിക്കുമ്പോൾ ലാസ്റ്റ് ഒരു അലമ്പ് കലാശക്കൊട്ട് അതിട്ട് കൊടുത്തു. ഇക്കൂട്ടത്തില് ഏറ്റവും ഫസ്റ്റില് തന്നെ എന്താ ഈ സ്റ്റെപ്പ് ഒക്കെ ആദ്യം പഠിച്ചെടുക്കുന്നതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതും ആരായിരിക്കും? ഫസ്റ്റ് എന്നെ നോക്കി ചോദിച്ചു. അല്ലല്ല, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. അതെന്താ അവിടെ ഒരു പാപ്പപ്പേ ഇങ്ങനെയൊക്കെ അത് ഈ സീനിലേ ഇല്ല. ഇത് ചാറ്റിന്ന് ലെഫ്റ്റ് ആവണോ? ആദ്യത്തെ റിഹേഴ്സലിന്റെ ദിവസം ജീവ വരുന്നില്ല. എനിക്ക് ഇച്ചിരി ജലദോഷം ജലദോഷം പറഞ്ഞ അതിനെ കുറയ്ക്കല്ലേ. എന്താ വയറ്റിളക്കായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? സോറി അനക്കണ്ട. അത് ഓണമോട് എന്ന് ഷൂട്ട് കഴിഞ്ഞാ അയ്യോ മൈ ഗോഡ്. നിങ്ങൾ ഡാൻസിന്റെ റിഹേഴ്സൽ അത് ആ ടോപ്പിക്കിലേക്ക് വരും. എന്നത് വീട് അത് കഴിഞ്ഞു. ഏറ്റവും ആദ്യം സ്റ്റെപ്പ് പഠിച്ചെടുത്ത് അടിപൊളിയായിട്ട് കളിക്കുന്നത് ശബരി ചേട്ടനാണ്. അല്ല ഇത് ആദ്യം ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് കൃത്യമായിട്ട് കളിച്ചാൽ തരും. അപ്പൊ ഞാൻ ഓക്കെ ശബരി ചേട്ടൻ പഠിച്ചല്ലോ എന്ന് പറഞ്ഞ മറ്റുള്ളവരെ ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാരും പഠിപ്പിച്ച് അവരൊക്കെ ഇങ്ങനെ പഠിച്ച് തിരിച്ചിവിടെ വരുമ്പോ ആ സ്റ്റെപ്പ് കോളാക്കി വെച്ചു. സ്റ്റെപ്പ് മാറ്റി രണ്ട് അപ്രോച്ച് നമുക്ക് അല്ല തൂക്കി അടിപൊളിയാക്കി. ഈ ജീവചേട്ടന്റെ എങ്ങനെയായിരുന്നു അതും കൂടെ പറയാം. ക്ലോസ്ഡ് സ്പേസിലായിരുന്നു. അതിൽ ആർക്കും ശല്യമില്ലാതെ ഞാൻ എന്റേതായ ലോകത്തായിരുന്നു. എനിക്ക് ഇവരിലേക്ക് എത്താൻ പറ്റിയില്ല. കട്ടിയൂറിന്റെ സ്റ്റെപ്പുകൾ അവൻ തന്നു മൂന്നാമത്തെ ദിവസം. ഞാൻ തിരിച്ചെത്തിയതല്ലേ ഉള്ളൂ. ഇതല്ലേ കിട്ടിയത് അത്തമ്മൂട്. അത്തമ്മൂട് അതൊരു മൂലയിലായിരുന്നു. അതിന് മുമ്പ് ഏത് മൂട് എങ്ങനെ ചോദിച്ചുള്ളൂ, ഏത് എടുത്തുള്ളൂ. അത്തമ്മൂട് എന്നോട് പറഞ്ഞു ആ ഒരു സമയത്തേക്ക് വേണ്ടി ഇച്ചിരി വിലവിടാമെന്ന് ചോദിച്ചു. സേഫായിട്ട് ലാൻഡ് ചെയ്തു. വിലവിടാൻ പറ്റും. ടോപ്പിക്കിന് മാറുന്നു. അതെ അതെ അതെ. അയ്യോ ഏത് മൂട് നല്ല ഡീസന്റ് ആയിട്ട് പഴത്തൊലിൽ തെന്നിയൊന്ന് വീഴുന്നുണ്ടല്ലോ. അഭിനയിച്ചല്ലേ? ഓ നല്ല വീഴ്ചയായിരുന്നു അത്. നാച്ചുറൽ ആയിട്ട് വീണോ അല്ലാണ്ട് പിന്നെ അതാ ശരിക്കും വീണാണോ? അതെ അതെ 3 ടേക്ക് 3 ആംഗിൾ എടുക്കണല്ലോ. അടിപൊളി വീഴ്ചയായിരുന്നു. പക്ഷെ അത് പറഞ്ഞിരിക്കാൻ വേണ്ട, നമുക്ക് ചേട്ടൻ കുറച്ചൊക്കെ പാർക്ക് ഓവറിങ്ങും ടെക്നിക്സ് ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് ഗ്രൗണ്ടിലേക്ക് എങ്ങനെ വീഴാം ഇഞ്ചുറി ഇല്ലാതെ എന്നൊക്കെ ഉള്ളത് ചേട്ടന് കൃത്യമായിട്ട് അറിയാം. നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചേട്ടൻ എങ്ങനെ വീഴണം, എനിക്ക് ഇന്നതാണ് മേളിൽ കിട്ടേണ്ട പോസ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് വന്നു. ശരിക്കും ജീവിച്ചേട്ടാ ഇങ്ങനെ ഇപ്പൊ നേരത്തെ ശബരീഷേട്ടൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് പെൺപിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാം, അങ്ങനെയാണല്ലോ ചെന്ന് വീഴുന്നത്. എന്റെ ക്യാരക്ടറിന്റെ ഒരു ഇതാണ്. അതാണ് ശരിക്കും അങ്ങനെ റിയൽ ലൈഫിൽ നാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണോ അവര് വായി നോക്കാൻ പോകുന്നത്? അതാ അങ്ങനെ പോവാൻ പോയിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ തെന്നി വീണിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. ആ ഇങ്ങനെ നമ്മളെ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. പിന്നെ വിധി നമുക്ക് അത്ര എതിരാണെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. അങ്ങനെ ഇല്ല, അങ്ങനെ വീണിട്ടില്ല. അത്രയും കെയർഫുൾ. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണെങ്കിലും റംസാൻ ഡയറക്ട് ചെയ്യുകയാണെങ്കിലും പഴത്തിൽ ചവിട്ടി വീഴും. പഴത്തിൽ ചവിട്ടി വീഴുന്ന ഓക്കെ. അപ്പം ഇപ്പൊ നമ്മള് കമന്റ്സിനകത്തൊക്കെ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഓപ്പോടെ ആഡ് കണ്ട പോലെ ഉണ്ടായിരുന്നു. അത്ര അങ്ങനത്തെ ഒരു ആഡ് തീം പോലൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് ഒരു സെറ്റപ്പ്. അപ്പൊ ശരിക്കും അതിന്റെ പിന്നിലൊക്കെ ആരായിരുന്നു പ്രവർത്തിച്ചത് ഇങ്ങനത്തെ ഒരു തീമിന്റെ പിന്നില്? അല്ല, ബേസിക് ഐഡിയ എൻ്റെ തന്നെയായിരുന്നു. അതിന്റെ കൂടെ എൻ്റെ ക്യാമറമാൻ ഉണ്ടായിരുന്നു, എൻ്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇരുന്ന് പ്ലാൻ ചെയ്തതാണ്. എനിക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് യൂട്യൂബിലും മൊബൈലിലൊക്കെ കാണുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഓണം നമ്മൾ ആഘോഷിക്കുന്ന പോലെ തന്നെ തോന്നണം. അത്ര ഉണ്ടായിരുന്നു. ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഇതെനിക്ക് കിട്ടി. യെല്ലോ അതെന്താ പറയുക, ഷർട്ട് അല്ലായിരുന്നു, ജുബ്ബായിരുന്നു. അപ്പൊ ഷാ എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ വിചാരിച്ചു
അതാ അപ്പൊ ഏറ്റവും നല്ലോണം അടിച്ചു പൊളിച്ചു നല്ലൊരു ഷർട്ടും കിട്ടി അല്ലേ, നല്ല ജുബയും കിട്ടി. ഷർട്ടല്ല, ജുബയൊന്നും ഞാൻ തിരിച്ചു കൊടുത്തു. പ്രൊഡക്ഷന്റെ അല്ലേ. അതൊക്കെ ആ കാര്യത്തിലൊക്കെ ക്ലീൻ ആട്ടോ. ഇൻഡസ്ട്രി എന്താ സംസാരം നമുക്ക് അറിയത്തില്ല. നമ്മുടെ സെറ്റിൽ അങ്ങനത്തെ ഒരു ഇതുമില്ലായിരുന്നു. ഇട്ട ഡ്രസ്സ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുത്ത് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവാ. അതൊക്കെ ക്ലീൻ അല്ലേ? ഒറ്റ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നല്ലോ. വീട്ടിൽ പോയിട്ട് അതിനൊരു 3 ഡ്യൂപ്പ്. അപ്പൊ ബാക്ക് ടു നമ്മുടെ ഈ സാഹസം വരുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മൂവിക്ക് സാഹസം എന്ന് പേര് വരാൻ കാരണം? സാഹസം ഇതൊരു അഡ്വഞ്ചറസ് പടമാണ്. അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഒരു അഡ്വഞ്ചറസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഒരുപാട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് പല മേഖലയിലുള്ള ആൾക്കാർ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആ പ്രശ്നങ്ങൾ പല രീതിയിലായിരിക്കും. ഇവിടെ ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിട്ട് റിലേറ്റ് ചെയ്ത, അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത പല പ്രശ്നങ്ങൾ പുറമേ നിന്ന് വരുന്ന പല പ്രശ്നങ്ങളുമായിട്ട് ഇടകലർന്നിട്ട് ഒരു മഹാപ്രശ്നമായി മാറും. അതിനെ ഓവർകം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവർ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. ആ മൊത്തത്തിലുള്ള ഇവന്റിനെ നമ്മൾ സാഹസം എന്ന് വിളിക്കും. സാഹസം ഗൗരിയുടെ ക്യാരക്ടർ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഞാനോ എന്നൊക്കെ ഗൗരിയുടെ ക്യാരക്ടർ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. സേറ അഡ്വഞ്ചറസ് ആണ്. റിസ്ക് ഈ കൂടുതൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീരുമാനം എടുത്ത ക്യാരക്ടർ ഗൗരിയുടെ. എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു റിസ്ക് ആപ്പിറ്റൈറ്റ് കുറച്ച് കൂടുതലായിട്ട്. എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഇല്ല, എല്ലാരും പറയില്ലേ ആണോ? സമ്മതിച്ചാലല്ലേ സംസാരിക്കാൻ പറ്റൂ. അതെ അതെ അതെ, നല്ല രണ്ടാളുകളുടെ നടുക്കായിരിക്കുന്നത്. സൈലൻസ് പെട്ടുപോയി. നായകൻ സംസാരിക്കും. ഇല്ല, ഇവരിപ്പോൾ പറഞ്ഞ തന്നെയാണ്. ഈ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സിനും ഒരുപാട് ലേശമുണ്ട്. പല പല ഇൻസിഡന്റ് ഹാപ്പനിങ് ആണ്. സോ അതിലൊരുപാട് സാഹസം നിറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അവസാനം ജീവ പറഞ്ഞ പോലെ എല്ലാം ഒന്നിച്ചു വരുന്നൊരു ടൈമുണ്ട്. അത് വലിയൊരു സാഹസമാകും. പിന്നെ ഈ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, റംസാൻ ഉൾപ്പെടെ, ഞങ്ങളുടെ എല്ലാവരുടെ ക്യാരക്ടേഴ്സും പേഴ്സണലായിട്ട് ഒരു സാഹസമുണ്ട്. മൊത്തത്തിലൊരു സാഹസമുണ്ട്. അതായത് സിംഗിൾ ആയിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവരും ബന്ധപ്പെടുന്ന ഒരു സാഹസം. മൊത്തത്തിലൊരു സാഹസമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു റിസ്ക് എടുത്തിട്ടുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അത്ര ബെല്ലടിച്ചോ? ബെല്ലടിച്ച് ശബരിയായിരിക്കും. ഇത് നമുക്ക് ഇപ്പൊ നൂർജാനോട്ടിൽ ഇന്റർവ്യൂ ആവല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള എന്തും ഇത് എല്ലാ ആങ്കേഴ്സിനോടും പറയുന്നുണ്ട്. നീ ശ്രദ്ധിച്ചോ? പെട്ടെന്ന് കഴിഞ്ഞിട്ട് പത്തനംതിട്ട ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇല്ല എനിക്ക് ഇവിടെ തന്നെ അടുത്ത് തന്നെ. അപ്പം ഇതേപോലെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് ഔട്ട്ഫിറ്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. കാണുമ്പോഴത്തേക്ക് ഭയങ്കര ലക്ഷറി ഔട്ട്ഫിറ്റ്സ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ജീവചേട്ടന്റെ ഒരു ഔട്ട്ഫിറ്റിന്റെ വേർത്ത് എങ്ങനെയാണെന്ന് ഷബിചേട്ടൻ ഗസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മുടെ സജിൻ വിളിക്കുന്ന പേര് പറയാമോ? എന്താ? അല്ല, ബ്രാൻഡ്സ് നല്ല ഉഗ്രം ബ്രാൻഡ്സ് ഉപയോഗിക്കുന്ന ആളാണ് ജീവിത റംസാനോട്. ഞാൻ കുറച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ബ്രാൻഡ്സ് യൂസ് ചെയ്യും. അങ്ങനെ എക്സോട്ടിക് ബ്രാൻഡ്സ് അല്ല, ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സാലറിക്ക് നമ്മുടെ പൈസക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും. അത് നമ്മൾ ഞങ്ങൾക്ക് ഡ്രസ്സിലും ഷൂസിലും കണ്ണാടിയിലും പെർഫ്യൂമിലും സ്പെൻഡ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോടും ചോദിക്കേണ്ട, വിൽ സ്പെൻഡ്. ഏറ്റവും അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ബ്രാൻഡ് ഏതാ? പണ്ട് മുതൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ലാസ്റ്റ് അതെനിക്ക് ഓക്കെ നേടാൻ പറ്റി. ഓ അടിപൊളി, അങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച ഡ്രീം ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ജീവചേട്ടന്റെ ഔട്ട്ഫിറ്റ് വേർത്ത് ആരാ ഗസ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഗസ് ചെയ്യാം. അറിയാതെ അല്ല, എനിക്കറിയാം. വേണ്ട വർഷ ചെയ്യും. എടാ, ഇത് നൈക്ക് എയർ ആണോ? എയർഫോഴ്സ് 1. അതാ ഞാൻ ചോദിക്കുന്നത്. എന്നാ നീ പറയാ എത്ര വരും? നീ ആട്ടുന്ന മേടിച്ച ഇത് പുറത്തുനിന്ന് ദുബായ്. അപ്പൊ ഏടിയിൽ ഞാൻ പറയുന്നില്ല. നാട്ടിലത്തെ ഒരു 25-30 ഇടയ്ക്ക് വരും. ഇല്ല, കുറവാണോ കൂടുതലാണോ? കുറവാ. 10-12 അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കി ഷർട്ട്. റെയർ റാബിറ്റ് 50% ഓഫിന് കഴിക്കും. പകുതി പൈസ കിട്ടും. 2000 രൂപ. 1800. പാന്റ് അല്ല, ഇത് എനിക്ക് ഞാൻ ഒരുപാട് പിന്നെ മെൻസിന്റെ ബൊട്ടീക്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ്യൂം കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ എനിക്കൊരു സ്റ്റൈലിസ്റ്റ് ഉണ്ട് അഞ്ജലി. അപ്പോൾ അവരുടെ ബൈ അഞ്ജലി എന്ന് പറഞ്ഞ അവരുടെ ബ്രാൻഡ് എനിക്ക് സ്റ്റിച്ച് ചെയ്തന്ന. അപ്പൊ വർത്തില്ല. അതിന് അവർക്കൊരു കോസ്റ്റ് ഉണ്ട്. അവർ 2000 രൂപ കിട്ടിക്കും. 2000 രൂപ വാച്ച് ഫൈനലാണേ. ഷെറൂട്ടി 182. ബ്രാൻഡിന് പോലും അറിഞ്ഞൂടാ. എത്ര വരും? എനിക്കറിയാം, പറഞ്ഞു. എനിക്ക് വാച്ചിനെ എനിക്കൊരൊറ്റ വാച്ച് ഈ ഊർജാൻ പറ അതിനെത്ര ഉണ്ടാവും? വാച്ച് നീയല്ലേ പറയണ്ട വാച്ചിനെ കുറിച്ച്. ഒരു ഏകദേശം ഒരു 50K എബോ ആണോ? അല്ല, അത്രയില്ല. 20, 25, 28 അത് ആ റേഞ്ച്. അത് നാട്ടിൽ കുറച്ചുകൂടി ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ആ ഒരു റേഞ്ച്. അപ്പോൾ എന്തായാലും വീണ്ടും ബാക്ക് ടു സാഹസം വരികയാണെങ്കിൽ നമ്മുടെ സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പോൾ റിലീസ് ആവുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണണം. റിലീസ് ആവുന്നതിന് മുമ്പ് ഇനി പാട്ടം ഇറങ്ങാണ്ട് ഇനി ഇറങ്ങാനുണ്ട്. നമ്മള് ഇത് നമ്മൾ ഇരിക്കുന്ന കുറച്ച് പേരല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സീനിയേഴ്സ് ആയിട്ടും പിന്നെ ജൂനിയേഴ്സ് ആയിട്ടും പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ വന്നിട്ടുള്ള ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ദിവസത്തെ ഒരു എഫേർട്ടാണ് സാഹസം എന്ന് പറഞ്ഞ സിനിമ. നമ്മളുടെ ക്ലൈമാക്സ് ഷൂട്ട് മാത്രം ഒരു 10 ദിവസം നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രില്യൻ ടെക്നീഷ്യൻസ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 21 ഗ്രാംസിന്റെ ഡയറക്ടർ റൈറ്റർ ബിബിനാണ്. ബിബിന്റെ സെക്കൻഡ് മൂവിയാണ്. ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ വിഷ്വൽസിൽ ഇതിന്റെ ട്രീറ്റ്മെന്റിൽ അതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് നമ്മുടെ ഓണമൂട് പാട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാം. എല്ലാം ബ്രില്യൻ ടെക്നീഷ്യൻസ് ആണ് വർക്ക് ചെയ്തത്. ബിബിൻ അശോകാണ് പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വിനാശ് ശശിമാറാണ് എഴുതിയിരിക്കുന്നത്. ആൽബി ചേട്ടനാണ് പിന്നെ DOP. അങ്ങനെ ടെക്നീഷ്യൻസ്, നമ്മൾ ടെക്നീഷ്യൻസിൻ്റെ ആ ടാലൻ്റ് കൊണ്ട് നമ്മൾ സമ്പന്നരാണ്. പിന്നെ ഈ കോണ്ടന്റ് സൈഡ് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുറച്ച് പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അവരിലേക്ക് കുറേ പ്രശ്നങ്ങൾ വന്ന് തീരുന്നതെല്ലാം കൂടെ ഒരു ദിവസം വന്ന് ഒരു സ്ഥലത്ത് നിന്ന് അവസാനിക്കുന്നതാണ് സാഹസം എന്ന് പറയുന്ന സിനിമ. ഇറ്റ്സ് എ ഫൺ റൈഡ്. അഡ്വഞ്ചർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്. എല്ലാ എലമെന്റും ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഒരു 2-2.5 മണിക്കൂർ പ്രേക്ഷകർക്ക് തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിരിക്കും സാഹസം. ഇത് കഥ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.